സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യ നേതാക്കളെ, പ്രവർത്തകരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. 7 വർഷം മുമ്പ് NIT കേന്ദ്രമായി പ്രവർത്തിച്ച വന്നിരുന്ന എബിലിറ്റി സ്കോർ ഫൗണ്ടേഷൻ വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ സേവന പ്രവർത്തന രംഗത്ത് വളരെ സജീവമായിരുന്നു. ഏറ്റവും മികച്ച സേവനം നമ്മൾ അന്ന് നിർവഹിച്ചത് കോവിഡ് കാലഘട്ടത്തിലാണ്. ജോലിക്ക് പോവാൻ കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു കിടന്നിരുന്ന സമയങ്ങളിൽ അത്തരം തൊഴിലാളികളുടെ വീടുകളിൽ, കോളനികളിൽ ഒക്കെ നമ്മൾ ഫുഡ് സ്റ്റെപ്സിലെ കിറ്റുകൾ നൽകിക്കൊണ്ടും, അതുപോലെ തന്നെ വളരെ ക്രിട്ടിക്കലായിട്ട് ഐസൊലേറ്റ് ചെയ്തപ്പെട്ട NITയുടെ അടുത്തുള്ള ഈ കോവിഡ് ബാധിതർക്ക് അവരുടെ ഫ്രൂട്ട്സും ബാക്കിയുള്ളതൊക്കെ നൽകി സേവനം നൽകുന്നതിന് വളണ്ടിയർമാരായി നിൽക്കാനും ഒക്കെ നമ്മുടെ ഈ പ്രവർത്തകന്മാർക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും പരിഗണിക്കാതെ അവർ മുന്നോട്ട് വന്ന ഒരവസ്ഥയാണ്. ഇന്നിപ്പോൾ ഇവിടുത്തെ ഒരു പാലിയേറ്റീവ് പോലെ പുല്ലോറമ്മൽ ഭാഗത്തെ ഒരു പാലിയേറ്റീവ്, അതുപോലെ ഈ 3 നിയോജക മണ്ഡലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള ഉന്നത പഠനത്തിന് ആവശ്യമായ സ്കോളർഷിപ്പുകൾ, ഇങ്ങനെ വിവിധ പദ്ധതികൾ നമ്മൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമുള്ള തൊഴിൽ പരിശീലനങ്ങൾ നൽകുന്നതിന്, അതുപോലെ തന്നെ ക്യാമ്പുകൾ ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നതിന്, പിന്നെ മത്സര പരീക്ഷ പ്രാപ്തരാക്കുന്നതിനുള്ള ട്രെയിനേഴ്സിനെ വാർത്തെടുക്കുന്ന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചു. ഇന്ന് ഏറ്റവും നൂതനമായ ഒരു പദ്ധതി ഇവിടുത്തെ പാലിയേറ്റീവ് പ്രവർത്തനത്തോടൊപ്പം നമ്മൾ നടത്താൻ പോകുന്നത്, സമൂഹത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഈ മദ്യവും മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്ന ആളുകളെ മോചിപ്പിച്ചുകൊണ്ട് തിരിച്ച് സമൂഹത്തിൽ അവരുടെ കുടുംബത്തിനും ഒക്കെ നല്ല അച്ഛന്മാരായി, അമ്മമാരായി, അല്ലെങ്കിൽ കുട്ടികളായി ഒക്കെ വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത്, അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ, അത് കോളേജുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇന്ന് വ്യാപകമായിരിക്കുന്ന ഈ ഒരു വിപത്തിൽ നിന്ന് മോചനം നൽകാൻ എന്നത് ഏറ്റവും വലിയൊരു ആവശ്യമാണെന്ന് കണ്ടറിഞ്ഞിട്ടാണ് ഈ സ്കോറിങ്ങിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ പ്രദേശത്തോളം പറയുകയാണെങ്കിൽ ഈ വളരെ വിശാലമായിരിക്കുന്ന സമീപ പ്രദേശങ്ങളിലൊക്കെ ഒരു ഉണർവുണ്ടാക്കാൻ ഇവിടുത്തെ പ്രായം ചെന്ന മരിച്ചുപോയ അനവധി പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സദസ്സിലൊക്കെ ഇരിക്കുന്ന അനവധി ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന് എല്ലാം മുന്നിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കി വരേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഇത് സ്കോറിന്റെ അനവധി പ്രവർത്തനങ്ങളുടെ ഒരു പ്രവർത്തനം മാത്രമാണ്. ഇത് വിജയിപ്പിക്കണമെങ്കിൽ നമ്മളെല്ലാവരും അതിനെ നെഞ്ചിലേറ്റണം എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ എബിലിറ്റി ഫൗണ്ടേഷന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞങ്ങളോടൊരു ഈ കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഒരു റിക്വസ്റ്റ്, ഒരു പ്രഭാഷണം, ഒരു ആഹ്വാനം നൽകാൻ വേണ്ടി ഇന്ന് നമ്മുടെ ഈ തറക്കല്ലിട്ട ബഹുമാന്യനായ വാലിജി മാറുക്കിയോട് ഞാൻ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം എയർപോർട്ടിലായിരുന്നു. അപ്പൊ എന്നോട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഉടനെ തന്നെ എബിലിറ്റിയുടെ അക്കൗണ്ടിലേക്ക് 5000 രൂപ അയച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആവശ്യപ്പെട്ടത് ഒരാഹ്വാനമാണല്ലോ എന്ന് പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചെയ്യാതെ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഞാൻ പറയുക എന്ന്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് എല്ലാവരും അവനാന്റെ പോക്കറ്റിലേക്ക് കൈയിട്ട് അവനാന്റെ സമ്പാദ്യത്തിന്റെ വിഹിതം വെക്കുകയാണെങ്കിൽ ഇതിലും വലിയ സംരംഭങ്ങൾ ഈ പ്രദേശത്ത് ഈ സമീപ പ്രദേശത്തുള്ള ആളുകളുടെയും ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാവരുടെയും സപ്പോർട്ട് ഇത്തരം പരിപാടികൾക്ക് ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.